എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രിക്ക് വർക്കിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ ഇത് AC ബ്ലോക്കിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അപ്പം എങ്ങനെ നമുക്ക് ബ്രിക്ക് വർക്കിൽ എങ്ങനെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാം, അതിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അതിൻ്റെ AC ബ്ലോക്ക് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. സോ അപ്പം എല്ലാവർക്കും വീഡിയോ എടുക്കുക. നമുക്കിതിപ്പോൾ ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ്. അപ്പം 2 റൂമും പ്ലസ് ഹാൾ പ്ലസ് കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ്, പിന്നെ ഒരു സ്റ്റെയർ റൂം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഇതാണ് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മളിത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മാക്സിമം ഇതിനകത്തിൽ കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ സെർച്ച് ചെയ്ത് ചെന്നപ്പോൾ നമുക്ക് AC ബ്ലോക്ക് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മളിവിടെ AC ബ്ലോക്ക് ഇട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേബർ പെട്ടെന്ന് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ലേബർഷിപ്പ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരികയില്ല. സപ്പോസ് ഇനി ആർക്കെങ്കിലും പ്ലാസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അധികം ചിലവ് വരില്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു തിക്നെസ്സിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലാസ്റ്ററിങ് ചെയ്യാനാവും. അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലിയാണ്. കാരണം ഇതിനെ നമുക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല നമ്മുടെ ഈ AC ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഹീറ്റ് ഇപ്പുറത്തെ സൈഡിലൂടെ അബ്സോർബ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടൈം വന്നിട്ട് 12 അവേഴ്സ് എടുക്കും. അപ്പോഴത്തേക്കിനും ഈ 12 അവേഴ്സ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഡേ ടൈം തീർന്നു പോകും. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ഒരിക്കലും അകത്ത് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന AC ബ്ലോക്കിലാണ് കംപ്ലീറ്റ്. കാരണം നമ്മൾ ഡയറക്റ്റ് ടോട്ടൽ നമ്പേഴ്സ് ഓഫ് കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നാണ് നമ്മളിവിടെ AC ബ്ലോക്ക് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1500 കട്ടകളോളം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് 1420 കട്ട മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ 80 കട്ട. പിന്നെ നമ്മളിത് ബോണ്ടിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിമെൻറ്റോ മണലോ ഒന്നുമല്ല. ഇത് നമുക്ക് ക്യൂറിങ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇപ്പം സാധാരണ വീടുണ്ടാക്കുന്ന ഒരാൾ കട്ട കെട്ടിക്കഴിഞ്ഞാൽ നനയ്ക്കണം, ഡെയിലി നനയ്ക്കണം, അല്ലെങ്കിൽ ക്രാക്ക്, അങ്ങനെ കുറേ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിതിപ്പം സ്റ്റാർട്ട് ചെയ്ത് നമുക്കിപ്പം ഈ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കിനും 2 അടിയാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 8 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ വീതി നമുക്ക് 8 ഇഞ്ചിലും അവൈലബിൾ ആണ്, 6 ഇഞ്ചിലും അവൈലബിൾ ആണ്, 4 ഇഞ്ചിലും അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിപ്പം പില്ലറൊക്കെ കൊടുത്ത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് ചെയ്യാൻ 6 ഇഞ്ചിൻ്റെ കട്ട തന്നെ ധാരാളമാണ്. ഇപ്പം പില്ലർ ഇല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 8 ഇഞ്ചിൻ്റെ കട്ട തന്നെ യൂസ് ചെയ്യുക. കാരണം 6 ഇഞ്ചിൻ്റെ കട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം അകത്ത് ഇലക്ട്രിക്കൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നൊരു കാര്യം, നമ്മൾ AC ബ്ലോക്കിൽ AC ബ്ലോക്കിലെന്നല്ല, പൊതുവേ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റിദ്ധാരണയായിട്ടുള്ള കാര്യമാണത്. ഇപ്പോൾ സാധാ കോൺട്രാക്ടേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പ്രോപ്പർ ടെക്നിക്കലിലോട്ട് നമ്മൾ വരുമ്പം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ വിൻഡോയുടെ ബിലോയിലും അപ്പറിലും നമ്മൾ ബെൽറ്റ് കൊടുക്കണം എന്നാണ് അതിൻ്റെ കറക്റ്റ്. അതായത് ഇത് ക്രാക്കിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വാളിങ്ങനെ കട്ടായി ഇങ്ങനെ ക്രാക്ക് വന്ന് കിടക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ഈ പറഞ്ഞ പോലത്തെ വിൻഡോയുടെ താഴെ നിങ്ങളൊരു ബെൽറ്റ് കൊടുത്തിട്ട്, പ്ലസ് വിൻഡോയുടെ മേളിൽ എല്ലാവരും ബെൽറ്റ് എന്തായാലും കൊടുക്കും. അപ്പം ആ ഒരു ബെൽറ്റും കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫാണ് ബിൽഡിങ്ങിന്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ. അപ്പോൾ നമ്മളിവിടെ യാതൊരു തരത്തിലുള്ള കോളങ്ങളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നല്ലപോലെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ വിത്തൗട്ട് പില്ലറിലാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് G+1 വരെ നമുക്ക് നമുക്ക് പില്ലറിലാണ് നമുക്ക് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കാരണം ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം വരില്ല. സപ്പോസ് നിങ്ങൾ ചെയ്യുന്നതിൽ ലെവൽ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്രിക്കിൽ ക്രാക്ക് വരുന്നതായിരിക്കും. സോ എപ്പോഴും ചെയ്യുമ്പം ലെവൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കുക. ബോണ്ടിങ്ങും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ ഇത് ബോണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക്
കമ്പനിയുടെ തന്നെ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ബിർളയുടെ AC ബ്ലോക്കാണ്. എയറോകോൺ എന്നാണ് ബ്ലോക്കിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് AC ബ്ലോക്ക്, ഇപ്പം 2 അല്ല, കുറേ ടൈപ്പ് ഓഫ് AC ബ്ലോക്ക് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നൊരു ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റെനോകോൺ എന്ന് പറഞ്ഞിട്ടൊരു AC ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ബിർളയുടെ എയറോകോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അവർ കൊണ്ടുവരുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ് റെനോകോൺ വന്ന സമയത്ത് റെനോകോണിൻ്റെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം പരിഹരിച്ചുകൊണ്ടിട്ടാണ് റെനോകോൺ ഈ ഒരു AC ബ്ലോക്ക് അവർ ഇറക്കിയിരിക്കുന്നത്. രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളതെന്ന് പറയുമ്പോൾ ബിർളയുടെ എയറോകോൺ AC ബ്ലോക്ക് തന്നെയാണ്. നമ്മളത് ടെസ്റ്റ് ചെയ്തതുമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് റൈറ്റ് ആംഗിൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ലൈൻ നമ്മൾ സിമ്പിളായിട്ട് വെച്ച് പോവുകയാണ്. ഫസ്റ്റ് ലൈൻ ചെയ്യുമ്പം എപ്പോഴും സിമെൻറ്റ് അതിൽ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. സപ്പോസ് നമ്മളിപ്പം അവരുടെ ഗമ്മിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗമ്മ് പെട്ടെന്ന് സെറ്റാകും. അപ്പോൾ നമുക്ക് ചിലപ്പം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോറിൽ ചേഞ്ചസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് ഫസ്റ്റ് ലൈൻ എപ്പോഴും എല്ലാവരും സിമെൻറ്റ് മസാലയിൽ യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒരു സിംഗിൾ ലെയറിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്ത് സിംഗിൾ ലെയറിൽ നമുക്ക് വർക്ക്മാൻഷിപ്പ് ഭയങ്കര കൂടുതലാണ്. വർക്ക്മാൻഷിപ്പ് ഭയങ്കര ഈസിയുമാണ്. വർക്ക് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഈ AC ബ്ലോക്കുകളുടെ ഗുണം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് AC ബ്ലോക്കിലാണ്. എല്ലാം A to Z നമ്മൾ AC ബ്ലോക്കിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്കിത് ഈ ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മൾ AC ബ്ലോക്കിൽ ചെയ്ത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാതെ പുട്ടി മാത്രം ഇട്ടെടുത്ത ഒരു ഇതാണ് നിങ്ങൾക്ക് ഇത് നമ്മുടെ ബാക്കിൽ കാണാൻ പറ്റുന്നത്. കണ്ടോ, നിങ്ങൾ അതിൻ്റെ ഫിനിഷിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തത് അത്യാവശ്യം നല്ലതായിട്ട് ബ്രിക്ക് വർക്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പൊട്ടിയിട്ടെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ ആ കോർണറും എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കാരണം നമ്മൾ AC ബ്ലോക്കിൽ ചെയ്ത് ഒരു പ്ലാസ്റ്ററിങ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഓൺലി നമ്മൾ ഡയറക്റ്റ് പുട്ടി, അതായത് 2 കോട്ട് നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് ഇട്ടേക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് നമുക്ക് ഈ കോസ്റ്റ് കട്ട് അതല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ആവുന്നത്. പിന്നെ നമുക്കിപ്പം നമ്മളിതിൻ്റെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ കുറച്ച്, അതായത് സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുമോ, മീനിങ് അനാവശ്യ കട്ടിങ് അല്ല, ആവശ്യത്തിനുള്ള കട്ടിങ്, ആവശ്യമായിട്ടുള്ള കട്ടിങ് നമുക്ക് എവിടെയൊക്കെ ചില സമയത്ത് നമ്മൾ അനാവശ്യമായ കുറേ മെറ്റീരിയലും അല്ലെങ്കിൽ അനാവശ്യമായ കുറേ ലോഡ് നമ്മൾ ബിൽഡിങ്ങിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. ശരിക്കും ആ ഒരു ഫ്ലോറിന് ആവശ്യത്തിനുള്ളൊരിത് മതി എന്നാണ് കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. കാരണം നമുക്കിപ്പോൾ ഒരു 5 കിലോയുടെ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ 5 കിലോയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ അടി കൊടുത്താൽ മതി. അപ്പോൾ 5 കിലോയ്ക്ക് നമുക്കൊരു 7-8 കിലോ നമ്മൾ അതിൻ്റെ ബേസിൽ കൊടുത്താലും ഈ പറഞ്ഞ 5 കിലോ അത് ക്യാരി ചെയ്യും. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ്, കാരണം എല്ലാത്തിനും ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 കിലോയുടെ വെയിറ്റ് നമ്മളിപ്പോൾ 1 കിലോയുടെ ബേസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. താങ്ങും, പക്ഷേ ഒരു ടൈം പീരീഡ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇതേ സെയിം കൺസെപ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചിലരൊക്കെ സ്ലാബ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്രമാത്രം കമ്പി ഇടാമോ അത്രമാത്രം അവർ കമ്പി ഇട്ടിട്ടാണ് ആ സ്ലാബ് കാസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സ്ലാബിൽ ചെയ്തേക്കുന്നതിൽ നമ്മൾ സ്ലാബിൽ ബീമേ ഇല്ല, എല്ലാം നമ്മൾ പ്രൊജക്റ്റഡ് ബീമില്ല, എല്ലാം നമ്മൾ കൺസീൽഡ് ബീമാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഒരു 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ 1000 പ്ലസ് എക്സ്റ്റെൻഡ് എല്ലാം കൂടെ ചേർത്ത് ഒരു 1100 സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്ലാബുണ്ട്. അപ്പം നമ്മൾ ഈ 1100 സ്ക്വയർ ഫീറ്റ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കമ്പി എന്ന് പറയുമ്പോഴത്തേക്കിനും ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള കമ്പിയാണ് കാരണം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചറൽ നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിന് ആവശ്യമായ, അതായത് ബേസിന് എന്താണോ ആവശ്യം നമ്മൾ അതിനുള്ളതാണ് നമ്മൾ സീലിങ്ങിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്ലാബിൽ എങ്ങനെയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് തിരിച്ച് AC ബ്ലോക്കിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് AC ബ്ലോക്കിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും.
പിന്നെ AC ബ്ലോക്കിൻ്റെ ഒരു ഗുണം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക്മാൻഷിപ്പ് പ്രോപ്പറായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ വൺസ് നമ്മളിത് ബോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നാളത്തെ ദിവസം ഇപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ട് നാളെയാണ് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് സാധാ കോൺക്രീറ്റ് കട്ടയിൽ സോളിഡ് ബ്ലോക്കിൽ നമ്മൾ തട്ടിയെടുക്കുന്നത് പോലെ നമുക്കിത് എടുക്കാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ബോണ്ടിങ് എത്രത്തോളം ഹാർഡാണ്, നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ വർക്ക്മാൻഷിപ്പ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാന്നുള്ള കറക്റ്റായിട്ട് തൂക്ക് കറക്റ്റ് ആ ലെവൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ചില കട്ടകളിനകത്ത് ചില അതായത് മൈന്യൂട്ട് 1 mm ഒക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ മുകളിലത്തെ ലെയർ വരുമ്പം ഒരേ ലെവലിൽ നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് വരെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ ബെൽറ്റ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിനകത്ത് 2 ബെൽറ്റ് നിങ്ങൾ ഇതിനകത്തൊന്നല്ല, നിങ്ങൾ സോളിഡ് ബ്ലോക്കിൽ ചെയ്താലും എന്തൊരു കട്ടയിൽ നിങ്ങൾ ചെയ്താലും ഒരു 2 ബെൽറ്റ് വീടിന് നിർബന്ധം. 2 ബെൽറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്താലുള്ള ഗുണം നമ്മുടെ ബിൽഡിങ്ങിന് തന്നെയാണ്. എത്ര വർഷം ആയാലും എന്തുമാത്രം അടിയിൽ ചിലപ്പം നല്ല ലൂസ് സോയിലായി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ വീടിനത് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക 2 ബെൽറ്റ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ബെൽറ്റിൻ്റെ മേളിലും താഴെയും നമ്മൾ കട്ട വയ്ക്കുമ്പം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലാസ്റ്റിൽ എൻഡിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളിപ്പം കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പം സപ്പോസ് നമ്മൾ ബെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ചെറിയൊരു പ്രൊജക്ഷൻസ് കാര്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ ആ പ്രൊജക്ഷൻസ് എല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ. നമുക്ക് ഒരുപാട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ഒരു 1 mm 2 mm ഒക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ ലാസ്റ്റ് പുട്ടിയിടുന്നതിന് മുമ്പ് വാൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക. ഗ്രൈൻഡർ ഉപയോഗിച്ച് വാൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുട്ടി ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈൻ പാർട്ടിക്കിൾസ് എല്ലാം ചിലപ്പോൾ ഇതിൻ്റെ പുറത്തുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗമ്മിൻ്റെ ചെറിയ ഇത് തന്നെ പുറത്തുണ്ടാവും. അപ്പോൾ നമ്മൾ പുട്ടിയിടുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് തെള്ളി വരും. അപ്പോൾ നമുക്ക് ആ ലെവൽ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. കാരണം നമ്മളിപ്പം എക്സാമ്പിൾ കാണിച്ചിട്ടാണ് നമ്മൾ AC ബ്ലോക്കിൽ ചെയ്തത്. ഇപ്പം നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് നമ്മൾ പല ഐഡിയപരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വീടിന് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന കോസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭയങ്കര കുറവാണെന്നുള്ളത്. അപ്പം ഞാൻ ലാസ്റ്റിൽ എന്തായാലും ഈ വീടിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എത്രയാണ് നമുക്ക് ചിലവായ ബഡ്ജറ്റ്, എത്ര രൂപയ്ക്കാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഈച്ച് ആൻഡ് എവരിതിങ് സെപ്പറേറ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ AC ബ്ലോക്ക് യൂസ് ചെയ്യുന്നവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചത് വേണം നിങ്ങൾ ചെയ്യാൻ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും സേഫായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ പ്രോസസ്സാണിത്. കാരണം നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ഏറ്റവും കൂടുതലും കോസ്റ്റ് എഫിക്കറ്റ് ആയിട്ട് ചെയ്യുന്നവർ ഇത് നോക്കുക. കാരണം നമ്മളൊരു വീട് എന്നുള്ളതിനകത്തൊരു ഹ്യൂജ് ബഡ്ജറ്റ് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ഐഡിയപരമായിട്ടുള്ള കാര്യം അല്ല. ശരിക്കും നമ്മളൊരു വീട് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേണായി കിട്ടാൻ പോകുന്നില്ല ഒരു വീട് എന്നുള്ളത്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം അതിൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ 1 കോടി രൂപ ചിലപ്പം അങ്ങനെ ആൾക്കാർ കാണും. 1 കോടി രൂപ 2 കോടി രൂപയ്ക്കൊക്കെ വീട് വെക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അത് അവരുടെ കാര്യം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു നോർമൽ അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള ആൾക്കാർക്ക് ഒരു വീടെന്നുള്ള സ്വപ്നം കൊണ്ടിരിക്കുന്നവർക്കോ ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിപ്പം അധികം എമൗണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് ആരെങ്കിലും ടെക്നിക്കലായിട്ട് അറിയുന്ന ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ അങ്ങനത്തെ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണമുള്ളതാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം, ഞാനത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും. അപ്പം താങ്ക് യു. Goodbye.